ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. മഴ അവരിൽ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. തീർത്തിയും മാധവും ശിവവും ആ സ്നേഹമഴയിൽ നനഞ്ഞുകൊണ്ടിരുന്നു. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കുസൃതിയുടെയും നേർത്ത കുളിർ അവരുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. ഇതേ സമയം മാധവ് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത കാര്യം മേലെടുത്തറിഞ്ഞിരുന്നു. ജാനകിക്ക് കുഞ്ഞിനെ കാണാൻ പോകണമെന്നുണ്ടെങ്കിലും ചിന്നും കുഞ്ഞും അവിടെ ഉള്ളതുകൊണ്ട് അതിന് സമയം കിട്ടിയില്ല. പാർവതിയാണെങ്കിൽ ആകെ നിരാശയിലായിരുന്നു. അവർ മനസ്സുരുകി ആ കുഞ്ഞിനെയും തീർത്തിയെയും ശപിച്ചുകൊണ്ടിരുന്നു. നമുക്കൊന്ന് പോയി കാണണ്ടേ? അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മോഹൻ ആ വിഷയം എടുത്തിട്ടത്. ആരെ? മഹി ചോദിച്ചു. മാധവിൻ്റെ കുഞ്ഞിനെ. ഇനിയും വഴക്കും വാശിയും വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം, മോഹൻ പറഞ്ഞു. എല്ലാവരുടെയും ശ്രദ്ധ പാർവതിയിലായി. പോയി കാണേണ്ടവർക്ക് പോവാം. എൻ്റെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. എൻ്റെ മകൻ്റെ ചോരയിൽ പിറക്കാത്ത ഒന്നിനെയും ഞാൻ അംഗീകരിക്കുകയുമില്ല. അതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അതൊന്നും കാര്യമാക്കണ്ട. പട്ടിയുടെ വാല് എത്ര കുഴലിട്ടിട്ടും കാര്യമില്ല. അത് നിവരില്ല. അതുപോലെയാണ് ചിലരുടെ സ്വഭാവം. ഞാൻ എന്തായാലും അവരെ കാണാൻ പോകുന്നുണ്ട്. കൂടെ വരുന്നവർക്ക് വരാം. അതും പറഞ്ഞുകൊണ്ട് മഹിയും എഴുന്നേറ്റു. നമുക്കും പോവാം. ജാനകി മോഹനെ നോക്കി. ആ, അയാൾ തലയാട്ടി. നിങ്ങളെല്ലാവരും കൂടി പോയാൽ ഞാനും കുഞ്ഞും എന്തു ചെയ്യും? ചിന്നു ഇടയിൽ കയറി. ഞങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കാൻ പോകുന്നതല്ല. കൂടിപ്പോയാൽ 1-2 മണിക്കൂർ. അതിനുള്ളിൽ ഞങ്ങൾ തിരിച്ചു വരും. അതുവരെ നിന്റെ കുഞ്ഞിനെ നോക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കാണ്. അതും പറഞ്ഞുകൊണ്ട് മോഹൻ കഴിക്കാൻ തുടങ്ങി. ചിന്നുവിന് നല്ല രീതിയിൽ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും അച്ഛനോടൊന്നും എതിർത്ത് പറയാനാകാത്തത് കൊണ്ട് അവളും കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റുപോയി. മോളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. കുഞ്ഞിന് പാല് കൊടുക്കാനുള്ളതല്ലേ. ഇങ്ങനെ അത്താഴപ്പട്ടിണി കിടക്കല്ലേ, ജാനകി പിറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ചിന്നു തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. ജാനകി നിസ്സഹായതയോടെ മോഹനെ നോക്കി. നീ കഴിക്കാൻ നോക്ക്. വിശക്കുമ്പോൾ വന്ന് കഴിച്ചോളും. മോഹൻ അത് വലിയ കാര്യമാക്കിയില്ല. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ജാനകിയും കഴിക്കാനിരുന്നു. കൂട്ടിലിട്ട വെരുകിനെ പോലെ തലങ്ങും വിലങ്ങും നടക്കുകയാണ് പാർവതി. അവർക്ക് ആരോടൊക്കെയോ കടുത്ത ദേഷ്യം തോന്നുന്നുണ്ട്. എന്നാൽ അത് പ്രകടിപ്പിക്കാനാവാതെ മനസ്സാകെ വീർപ്പ് മുട്ടുകയാണ്. അപ്പോഴാണ് മഹി റൂമിലേക്ക് കയറി വന്നത്. അവർ രൂക്ഷമായി അയാളെ നോക്കി. എന്നാൽ മഹി അത് കാര്യമാക്കാതെ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് കണ്ണടയൊരു ടേബിളിൽ വെച്ചുകൊണ്ട് കിടക്കാനുള്ള കാര്യങ്ങൾ നോക്കി. ഏതോ പിഴച്ചുപെറ്റ സന്താനത്തിനെ കാണാൻ മേലെടുത്ത് നിന്നും എല്ലാവരും ഒരുങ്ങിക്കെട്ടി പോകാൻ തന്നെ തീരുമാനിച്ചോ? പാർവതി ദേഷ്യത്തോടെ ചോദിച്ചു. എന്നാൽ മഹി അതിന് മറുപടി പറഞ്ഞില്ല. അവർ പറഞ്ഞ ആ വാക്കുകൾ അയാളിൽ വല്ലാത്ത നീരസമുണ്ടാക്കി. എന്താ, നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? ഞാൻ ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ? പാർവതി ദേഷ്യത്തോടെ അയാളുടെ അടുത്തേക്ക് വന്നു. പാർവതി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ആ കുഞ്ഞിപ്പോൾ നിന്റെ മകൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് എന്താണെന്നുള്ള ബോധ്യം നിനക്ക് വേണം, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ മകൻ്റെ കുഞ്ഞോ? ഏത് വകയിൽ? എൻ്റെ മകൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് അവൻ തന്നെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. പിന്നെ ഏത് വകയിലുണ്ടായ കുഞ്ഞാണത്? അവർക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഒരു കുഞ്ഞുണ്ടാവുന്നത് രക്തത്തിലൂടെ മാത്രമല്ല, കർമ്മബന്ധത്തിലൂടെയും ഉണ്ടാകും. നീ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവനും അവൻ്റെ ഭാര്യയും ആ കുഞ്ഞിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അതുതന്നെ ചെയ്യണം. അല്ലാതെ എതിർത്തുകൊണ്ട് എന്താണ് കാര്യം? ഞാൻ എന്തായാലും ആ കുഞ്ഞിനെ എൻ്റെ പേരക്കുഞ്ഞായി അംഗീകരിക്കാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട എന്ന് കരുതി അനാവശ്യം വിളിച്ച് പറയാൻ നിൽക്കരുത്. എപ്പോഴും അത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. മഹിയുടെ വാക്കുകൾ മുറുകി. പാർവതി പകപ്പോടെ ഭർത്താവിനെ നോക്കി. എന്താ, നിങ്ങളെന്നെ തല്ലുവോ? ആദ്യത്തെ ആ പകപ്പ് മാറിയപ്പോൾ അവർ വീരോടെ ചോദിച്ചു. ആ, ചിലപ്പോൾ തല്ലിപ്പോവും. അതുപോലുള്ള വർത്തമാനമാണ് നിന്റെ വായിൽ നിന്നും വീഴുന്നത്. മഹി കിടന്നു. അല്ലെങ്കിലും എപ്പോഴും ഞാനാണല്ലോ തെറ്റുകാരി. ബാക്കിയുള്ളവരെല്ലാം പുണ്യാളന്മാർ. പാർവതി കണ്ണു നിറച്ചു. മഹി അത് കാണാത്ത ഭാവത്തിൽ തിരിഞ്ഞു കിടന്നു. പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ പിറകിൽ നിന്നും പാർവതിയുടെ അടക്കി പിടിച്ചുള്ള തേങ്ങൽ അയാളുടെ കാതിൽ പതിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞേടെ പൊന്നെവിടെ? ഉറക്കമുണർന്ന മഴ ആദ്യം കേൾക്കുന്നത് ശിവുവിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ കുഞ്ഞു മുഖത്ത് പാൽപുഞ്ചിരി വിടരും.
പിന്നെ എടുക്കാൻ വേണ്ടി കുഞ്ഞി കൈകൾ അവൾക്ക് നേരെ നീട്ടും. ശിവു കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. 2 കാന്താരികളും എഴുന്നേറ്റോ? ഹാളിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മാധവ്. പത്രം മടക്കി ടീപ്പോയിലേക്ക് ഇട്ടുകൊണ്ട് വാത്സല്യത്തോടെ ചോദിച്ചു, മാധവേട്ട, ഇന്ന് ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ കാര്യം മറക്കല്ലേ? ശിവു മാധവൻ്റെ അടുത്തിരുന്നു. ഇല്ലെന്നേ, ബീച്ചിൽ മാത്രമല്ല, നൈറ്റ് ഫുഡ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ നിന്നാണ്, മാധവ് പറഞ്ഞു. അത് കേട്ടതും ശിവുവിൻ്റെ മുഖം വിടർന്നു. അച്ഛനെ കണ്ടത് മഴ മാധവൻ്റെ അടുത്തേക്ക് പോകാനായി തിടുക്കം കൂട്ടി. മാധവ് കുഞ്ഞിനെ വാങ്ങി തൻ്റെ മടിയിലിരുത്തി. കള്ളിപ്പെണ്ണേ, അച്ചിയുടെ പൊന്നേ, മാധവ് കുഞ്ഞിൻ്റെയും നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. മഴ അച്ഛൻ്റെ താടിയിൽ പിടിച്ച് വലിച്ചു. മാധവിന് ചെറുതായി നൊന്തെങ്കിലും ആ പുഞ്ചിരിക്ക് മുൻപിൽ അതെല്ലാം അലിഞ്ഞു ഇല്ലാതായി. അപ്പോഴേക്കും ഹാളിലെ സംസാരം കേട്ട് തീർത്ത അങ്ങോട്ട് വന്നു. ശിവുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഴയെ മടിയിലിരുത്തിയിരിക്കുന്ന മാധവിനെ കണ്ടപ്പോൾ തീർത്തയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്താ ഇവിടെയൊരു ബഹളം? കൃത്രിമ ഗൗരവത്തോടെ അവൾ ചോദിച്ചു. ഒരു ബഹളവുമില്ല ഓപ്പേ, ഞങ്ങൾ ബീച്ചിൽ പോകുന്ന കാര്യം പറഞ്ഞതാണ്, മഴയുടെ കയ്യിൽ പിടിച്ച് കളിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശിവു പറഞ്ഞു. അമ്മയുടെ ശബ്ദം കേട്ടതും മഴ അമ്മയ്ക്ക് നേരെ കൈനീട്ടി. ഇങ്ങു വാടി കുഞ്ഞിപ്പെണ്ണെ, ഇന്നലെ മനുഷ്യനെ ഉറക്കിയിട്ടില്ല കള്ളി. തീർത്ത കുഞ്ഞിനെ വാങ്ങി. മഴ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് നിന്നു. എന്നാ വേഗം റെഡിയാവാൻ നോക്ക്, നമുക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങാം. മാധവ് സോഫയിൽ നിന്നും എഴുന്നേറ്റു. ഇപ്പോഴോ? അപ്പോൾ ചായ കുടിക്കണ്ടേ? തീർത്ത പുരികമുയർത്തി. ഇന്ന് ഫുഡെല്ലാം പുറത്തു നിന്നാണ്, അടുക്കളയ്ക്ക് അവധി, മാധവ് പറഞ്ഞു. അത് കേട്ട് തീർത്ത കണ്ണു മിഴിച്ചു. കണ്ണുരുട്ടാതെ പോയി റെഡിയാക്കാൻ നോക്ക്, ഞാനൊന്ന് കാറ് കഴുകട്ടെ. മാധവ് പുറത്തേക്ക് നടന്നു. എന്നാ പിന്നെ ഇനി വൈകിട്ട് നോക്കിയാൽ മതി, അവൻ കാറ് കഴുകാൻ പോകുന്നതാണെന്നറിഞ്ഞ് തീർത്ത പറഞ്ഞു. കാരണം കാറ് കഴുകാൻ മാധവിന് അത്യാവശ്യം നല്ല സമയം തന്നെ വേണം. കാറിൻ്റെ മുക്കും മൂലയും അവനെ അത്രമേൽ വൃത്തിയാക്കണം. വാ, ചായ തരാം. തീർത്ത ശിവുവിനെയും മഴയെയും കൂട്ടി കിച്ചണിലേക്ക് നടന്നു. അവിടെ കടൽ തിരമാലകളുടെ നേർത്ത ശബ്ദം മാത്രം. സമയം സന്ധ്യയിലേക്ക് ചായുമ്പോൾ മാധവൻ്റെ കൈകളിൽ മഴയും തീർത്തയുടെ വിരലുകളിൽ തൂങ്ങി ശിവുവും നനഞ്ഞ മണ്ണിലൂടെ നടന്നു. ആദ്യമായി കടൽ കാണുന്ന സന്തോഷവും അത്ഭുതവും മഴയുടെ കുഞ്ഞിക്കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവൾ കണ്ണിമ പോലും ചിമ്മാതെ കടലിലേക്ക് തന്നെ നോക്കി. മാധവിൻ്റെയും തീർത്തയുടെയും മനസ്സുപോലെ ശാന്തമായിരുന്നു കടൽ. അവർക്കു വേണ്ടി മാത്രം ഒരുക്കിയ ഒരു വലിയ ക്യാൻവാസ് പോലെ ദൂരേക്ക് പരന്നു കിടന്നു. കുറച്ച് നടന്നതിന് ശേഷം പാറക്കൂട്ടങ്ങൾക്കരികിൽ മണലിൽ അവരിരുന്നു. കടൽ അപ്പോഴും ശാന്തമായിരുന്നു. മഴ അച്ഛൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിയുടെ കയ്യിലേക്ക് പോയി. ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. ശിവു കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്നും എഴുന്നേറ്റ് തിരയിലേക്ക് നടന്നു. മഴയുടെ ഇരു കൈയിലും പിടിച്ച് നനഞ്ഞ മണലിൽ കാൽ പതിപ്പിച്ചു. നേർത്ത തണുപ്പുള്ള കാലിലൂടെ അരിച്ചിറങ്ങിയപ്പോൾ മഴ കൊഞ്ചി ചിരിച്ചു. കടൽക്കരയിലെ മണൽത്തരികളിൽ അവളുടെ കുഞ്ഞിക്കാലുകൾ പതിഞ്ഞപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം മാധവിൻ്റെയും തീർത്തയുടെയും മനസ്സിൽ പൂർണ്ണമായ സന്തോഷം നിറഞ്ഞു. ശിവു ഒരു തിരമാല അടുത്ത് വരുമ്പോൾ പിന്നോട്ടോടുകയും അടുത്ത നിമിഷം തന്നെ വീണ്ടും മുന്നോട്ട് ചെല്ലുകയും ചെയ്തു. മഴ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. അവരുടെ ആ സന്തോഷം കണ്ട് മാധവും തീർത്തയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. എങ്കിലും ചെറിയൊരാദി അവർക്കുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഓടിത്തളർന്ന അവർ തിരികെ മാധവിൻ്റെയും തീർത്തയുടെയും അരികിൽ വന്നിരുന്നു. അപ്പോഴും മഴയുടെ കുഞ്ഞിക്കണ്ണുകളിൽ കടലിൻ്റെ കൗതുകം നിറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞതും മഴ വീണ്ടും കടലിലേക്ക് വിരൽ ചൂണ്ടി. അവളുടേതായ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ശിവുവിന് കാര്യം മനസ്സിലായി. അവൾ കുഞ്ഞിനെയും കൂട്ടി തിരമാലകളുടെ അടുത്തേക്ക് നടന്നു. അവരുടെ ചിരികൾ അടങ്ങാത്ത തിരമാലകളുടെ താളം പോലെയായിരുന്നു. ഒരു നിമിഷം ശാന്തം, അടുത്ത നിമിഷം ആവേശം. മാധവ് തീർത്തയുടെ തോളിൽ കൈ ചേർത്തുകൊണ്ട് തൻ്റെ നെഞ്ചോടടുപ്പിച്ചു. കടലിലേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ മുഖത്ത് ആ പഴയ പ്രണയത്തിൻ്റെ നിഷ്കളങ്കത അവൻ വീണ്ടും കണ്ടു. അവരുടെ പ്രണയം ഈ കടലിനെ പോലെ തന്നെയായിരുന്നു. ചിലപ്പോൾ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചു, ഉയർന്ന തിരമാലകൾ പോലെ. എന്നാൽ അവരുടെ ബന്ധം ഈ കടൽ പോലെ ആഴമേറിയതും പരന്നതുമായിരുന്നു. വിധിക്ക് പോലും അവരെ അകറ്റാനായില്ല. ഈ കടൽ പോലെ അത്രയ്ക്കും ശക്തമായിരുന്നു അവരുടെ പ്രണയം. തീർത്തയുടെ കണ്ണുകൾ കടലിൻ്റെ നീലിമയിലേക്ക് നീണ്ടപ്പോൾ മാധവ് അവളുടെ കവിളിൽ മെല്ലെ ചുണ്ടു ചേർത്തു. നേർത്തൊരു ചുടുചുംബനം. തീർത്ത ചെറുതായൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് ഒന്നുകൂടെ ചേർന്നിരുന്നു.
നമ്മുടെ പ്രണയം ഈ കടൽ തീരം പോലെയാണ് മാധവേട്ട. തിരകൾ വന്നും പോയും ഇരിക്കും, പക്ഷേ തീരം എന്നും ഇവിടെ തന്നെയുണ്ടാകും. നമ്മൾ പരസ്പരം ചേർന്നുള്ള ഈ മണൽ തീരം. അവരുടെ കൈകൾ പരസ്പരം കോർത്തു. തീർത്ത പ്രണയാർദ്രമായി അവനെ നോക്കിയപ്പോൾ വീണ്ടും ഒരു ചുംബനം ആ നെറ്റിയിൽ ചേർന്നു. സൂര്യൻ പതിയെ കടലിൽ താഴാൻ തുടങ്ങി. ആകാശത്ത് ചുവപ്പും സ്വർണ്ണ നിറവും ഇടകലർന്നപ്പോൾ കുഞ്ഞുങ്ങൾ ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. രക്തവർണ്ണത്തിൽ അലിഞ്ഞ ആ സന്ധ്യയിൽ മാധവും തീർത്തയും ശിവുവും മഴയും ആ കടലിനെ സാക്ഷിയായി പരസ്പരം പുണർന്നു നിന്നു. കടൽക്കാറ്റ് അവരെ തഴുകിയപ്പോൾ അവരുടെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് ഒരു തിരമാല കടന്നുപോയി. ആ ചിത്രം പൂർണ്ണമായിരുന്നു. ഏറ്റവും മനോഹരമായ പൂർണ്ണവിരാമമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മാധവിനറിയാം, അവരുടെ ജീവിതം ആ കടലിനെ പോലെ തന്നെ മുന്നോട്ടു പോകുമെന്നും അവിടെ പുതിയ തിരമാലകൾ ഉണ്ടാകുമെന്നും പുതിയ വെല്ലുവിളികൾ ഉണ്ടാകുമെന്നും. പക്ഷേ തങ്ങളുടെ സ്നേഹമാകുന്ന തീരം എന്നും സുരക്ഷിതമായിരിക്കും. സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും ഞങ്ങൾ എല്ലാത്തിനെയും അതിജീവിക്കുമെന്നും. ഈയൊരു ഭാഗത്തോടു കൂടി മാധവും തീർത്തിയും നമ്മെ വേർപിരിയുകയാണ്. ചിലർക്ക് ഒരു സംശയമുണ്ടെന്നറിയാം. കഥയുടെ തുടക്കഭാഗത്തിൽ കാണിക്കുന്ന തീർത്തയുടെ പ്രസവത്തിൻ്റെ കാര്യം അത് വെറുമൊരു സ്വപ്നമാണെന്ന് കഥയുടെ മുൻഭാഗങ്ങളിൽ പറയുന്നുമുണ്ട്. അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അപൂർവ ജാതകത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്തേക്കണേ. ഇതുവരെയുണ്ടായിരുന്ന സപ്പോർട്ടുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു.